ആലപ്പുഴയിൽ നാടിനെ നടുക്കി കൊടും ക്രൂരത. പുന്നപ്രയിൽ 14-കാരിയെ പിതാവും ബന്ധുക്കളും ചേർന്ന് പീഡിപ്പിച്ചു. കുട്ടി 2 വർഷം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പോലീസ്. പിതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ആലപ്പുഴ പുന്നപ്രയിൽ നിന്ന് പുറത്തുവരുന്നത്. 8 വയസ്സ് മുതൽ ഈ 11 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പെൺകുട്ടി അവിടുത്തെ ഒരു കൌൺസിലറിന്റെ മകനോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയും മകൻ അച്ഛനോട് ഇക്കാര്യങ്ങൾ പറയുകയും പിന്നീട് പോലീസിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഈ കുട്ടിയുടെ പിതാവിന്റെ 2ാം ഭാര്യയിലെ മകളാണ് ഈ അതിജീവിത. 8 വയസ്സ് മുതൽ പലതവണ പിതാവിന്റെയും ബന്ധുക്കളുടെയും ലൈംഗിക പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട്. 8 വയസ്സിൽ ആദ്യമായി പീഡിപ്പിക്കപ്പെടുന്നത് പിതാവ് തന്നെയാണ്. പിന്നീട് ആലപ്പുഴ സൗത്ത് പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ 2ാം ഭാര്യയുടെ സഹോദരനും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അതിലും കേസെടുത്തിരുന്നു. അതിൽ കേസെടുത്ത ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തു. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഈ ഭാര്യയുടെ സഹോദരൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുടെ അമ്മയായ 2ാം അമ്മ, അതായത് ഈ ഭർത്താവിന്റെ 2ാം ഭാര്യ പെൺകുട്ടിയെ ഈ മകളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരുന്നു. ഇതോടെ പിതാവിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കുട്ടിയെ മാറ്റി. പക്ഷേ അവിടെ വെച്ച് ഈ മുൻ പശ്ചാത്തലമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ വീട്ടുകാരുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. പിന്നീട് പെൺകുട്ടിയെ CWCയുടെ ചുമതലയിലേക്ക് സംരക്ഷണയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 2022 പിതാവ് CWCയിൽ നിന്ന് കുട്ടിയെ തിരിച്ച് ഏറ്റെടുക്കുന്നത്. പിന്നീട് പിതാവിന്റെ മറ്റൊരു സഹോദരിയുടെ വീട്ടിലേക്കാണ് മാറ്റുന്നത്. അവിടെയും സമാനമായ രീതിയിൽ പിതാവിന്റെ ഭാഗത്തു നിന്നും പിതാവിന്റെ മറ്റു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും പല തവണയായി ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. പിതാവിനൊപ്പം വീട്ടിലിരുന്ന മദ്യപിച്ച ഒരു ബന്ധു ഏറ്റവും ഒടുവിൽ കൊണ്ട് കുട്ടിയെ പീഡിപ്പിക്കുന്നത് വീട്ടിലിരുന്ന് മദ്യപിച്ച പിതാവിന്റെ ബന്ധുവാണ്. മദ്യപാനത്തിന് ശേഷം പിതാവ് വീടിന് പുറത്തേക്ക് പോയ സമയത്താണ് ലൈംഗികമായി ഈ 11 വയസ്സായ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ കൌൺസിലറിന്റെ മകനോട് പെൺകുട്ടി വിവരങ്ങൾ പറയുന്നതും അത് പുറം ലോകത്ത് അറിയിക്കുന്നത്. എന്തായാലും 4 പേരാണ്, വീട്ടിലെ 4 പേരാണ് ഈ പെൺകുട്ടിയെ പല തവണയായി ലൈംഗികമായി ഉപയോഗിച്ചത്. നിലവിൽ 4 പേർക്കുമെതിരെ 4 FIR ഇട്ട് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.